ഹലോ, നമ്മളിന്ന് എള്ള് കൊണ്ട് കുറച്ച് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. ഇത് വെറും ലഡു അല്ല കേട്ടോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണേ. നമുക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി ഒക്കെ നന്നായി തഴച്ച് വളരാനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി ലഡുവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ എള്ളൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ എള്ളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതേമാതിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയത്. കുറച്ച് സമയം നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടി കണ്ടോ. ഇതേമാതിരി നമ്മൾ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലതുപോലെ നമ്മൾ ഇളക്കി അടിയിലൊന്നും പിടിക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി വരുമ്പോൾ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വറുത്ത് കിട്ടുന്നതായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു ഏലക്ക തൊലി ഇടണ്ട, അതിനകത്തുള്ള സീഡ് മാത്രം ഇട്ടാൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് ഇട്ടിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഫാനിൻ്റെ അടിയിൽ വെച്ചിരുന്നാൽ മതിയാവും. നന്നായിട്ട് തണുത്ത് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത്. ചൂടോടുകൂടി ഇടരുത്. നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക. ആദ്യമേ തന്നെ എള്ള് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ശർക്കര മൊത്തത്തിലൂടെ ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഇത് ഞാനിപ്പോൾ പാനിയാക്കി ഒഴിച്ചാണ്. എന്തെങ്കിലും അഴുക്കോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാനിയാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് നമ്മളൊന്നുകൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് വീണ്ടും നമ്മൾ ആ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് ഇതേപോലെ ബോൾസാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ബോൾസാക്കി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോട്ടീൻ ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഗർഭിണികളൊക്കെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതേപോലെ മുന്നേ പറഞ്ഞ തന്നെ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.